ഒരു ഉച്ചയൂണാണ് ഇന്നലത്തെ ഒരു ഉച്ചയൂണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്താ ഉണ്ടാക്കി നോക്കാനോ? കുറച്ച് ഉപ്പേരി വെച്ചു, വഴുതനങ്ങയും ഉരുളൻകിഴങ്ങും. സിമ്പിളാണ്, ടേസ്റ്റാണ്. വഴുതനങ്ങയും ഉരുളൻകിഴങ്ങും ഉപ്പേരി വെച്ച് കഴിക്കാത്തവർ എന്തായാലും വെച്ച് കഴിച്ച് നോക്കൂ. ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് ഞാൻ പറയാം. കുറച്ച് എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉള്ളി പച്ചമുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു വലിയ ഒരു സവാള, ഒരു മീഡിയം സവാള, 2 പച്ചമുളക്, കടുക്, പിന്നെ കുറച്ച് എണ്ണ. നല്ല വഴറ്റി കൊടുക്കുക. നമ്മുടെ വഴുതനങ്ങയും ഉരുളൻകിഴങ്ങും നന്നാക്കി മുറിച്ച് വെച്ചത്, ക്ലീൻ ചെയ്ത് വെച്ചത് അതിലിട്ട് കൊടുക്കുക. ഉപ്പ് പാകത്തിട്ടിട്ട് നല്ല വഴറ്റുക. ഒരു 5 മിനിറ്റോളം അങ്ങോട്ട് തിരിച്ചും മറിച്ച് വെച്ചിട്ട് ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ഉപ്പേരി റെഡിയാവും. വെറും വഴുതനങ്ങയും വയ്ക്കാം, വെറും ഉരുളൻകിഴങ്ങും വയ്ക്കാം. പക്ഷേ വഴുതനങ്ങയും ഉരുളൻകിഴങ്ങും രണ്ടും മിക്സാക്കിയിട്ട് പകുതി വെച്ച് നോക്കി നോക്കും. അപാര ടേസ്റ്റായൊരു ഉപ്പേരിയാണ്. പിന്നെ നമുക്ക് കൂനാണ് കറി വയ്ക്കുന്നത്. നമ്മുടെ മഷ്റൂം കൂന് കടയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ്. അപ്പോൾ അതാണ് കറി. അതിന് ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചു. 1/2 സ്പൂൺ പെരുംജീരകം, 1/2 സ്പൂൺ കടുക്, കുറച്ച് കുഞ്ഞനുള്ളി, അര സവാള, കറുവേപ്പില എല്ലാം ഇട്ട് നല്ല വഴറ്റുക. കൂന് ക്ലീൻ ചെയ്ത് കഴുകി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നല്ല വഴറ്റി കൊടുക്കുക. അതിന് ശേഷം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ല വഴറ്റി കൊടുക്കുക. കൂന് ടേസ്റ്റാണ്, അപാര ടേസ്റ്റാണ് കൂന് കറി. ചോറിനും ചായയ്ക്കും, ചോറിനും പലഹാരത്തിനും എല്ലാറ്റിനും പറ്റും. ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ളതിനൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ ചോറിനും എല്ലാറ്റിനും പറ്റുന്ന ഒരു കൂന് കറിയാണ്. അതിലേക്കുള്ള മസാല നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയേ ഉള്ളൂ. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി അരച്ചായിട്ട് കൊടുക്കും. ഞാൻ അരച്ചിട്ട് നല്ല വഴറ്റം കുറഞ്ഞ താമസമാകാൻ വേണ്ടിയിട്ട് അരച്ചിട്ടായിട്ട് കൊടുക്കും. ഒരു തക്കാളി വലുത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി 4 പൊടി ഇട്ടുള്ളത്. നമുക്ക് ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പ്. എന്നിട്ട് കുറച്ച് തക്കാളി ഇട്ട് നല്ല ഒന്ന് വതക്കി കൊടുത്ത ശേഷം, നല്ല ഒന്ന് വാട്ടി കൊടുത്ത ശേഷം അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ജാറൊക്കെ കഴുകി വെള്ളം ഉണ്ടാവില്ല, ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഗ്രേവി മാറി നല്ല മിക്സാക്കുക. പാകത്തിന് ഉപ്പിടുക, തിളയ്ക്കട്ടെ. ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല തിളച്ച് സെറ്റായി വരുമ്പോൾ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചുള്ള കൂരുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. മഷ്റൂം, നമ്മുടെ മഷ്റൂം കറിയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ വേണം, കഴിക്കും വേണം, അപ്പം തന്നെ അറിയുള്ളൂ. പിന്നെ കുറച്ചും കൂടി ഉള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എടുത്ത് ഞാൻ ഇട്ടതാണ്, ചെറിയ ഉള്ളി. അങ്ങനെ നമ്മുടെ മഷ്റൂം ഇട്ടു. കൂരിട്ട് നല്ല ഇളക്കി കൊടുക്കാം. നല്ല ഫ്രഷായ കൂനാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാവും. നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ച്, വല്ലാണ്ട് വെള്ളമാണെങ്കിൽ രസം ഉണ്ടാവില്ല. നല്ല അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് മതി. അപ്പോൾ നല്ല വെന്ത് സെറ്റായി വരും. ഇപ്പോൾ അതേമാതിരി ഞാൻ ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ വെന്ത് സെറ്റായി വന്നു. കണ്ടോ? സൂപ്പർ കളർഫുൾ, അതേമാതിരി ടേസ്റ്റും. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അല്ലേ ചട്ടത്തിന് രസം ഉണ്ടാവുള്ളൂ കേട്ടോ. 1/2 സ്പൂൺ കുരുമുളക്, പിന്നെ പാകത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. തക്കാളി ഒന്ന് വലുത് ഞാൻ അരച്ച് വെച്ചെടുക്കുകയാണ്. ഇതേമാതിരി വയ്ക്കാത്തത് എന്നുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയോളൂ. എല്ലാവരും വെച്ചിട്ടുണ്ടാവും, എല്ലാവർക്കും അറിയാം, പക്ഷേ പറഞ്ഞത് മാത്രം. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂന് കറി സെറ്റായി വന്നു. അടിപൊളി ടേസ്റ്റും അടിപൊളി മണമാണ്. ഉണ്ടാക്കാത്തവർക്ക് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. ഇടയ്ക്കൊക്കെ അങ്ങനെ മാറ്റി പിടിക്കാമല്ലോ. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാം. എല്ലാവരും വരും, ഊണ് കഴിക്കാം. നമ്മുടെ ഉരുളൻകിഴങ്ങും വഴുതനങ്ങയും ഉപ്പേരി, ചോറ്, നല്ല ടേസ്റ്റാണ് ഈ ഉപ്പേരി. വഴുതനങ്ങയും ഉരുളൻകിഴങ്ങും ഒന്നും തന്നെ വേണ്ട, സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റുന്നതാവും ചെയ്യും. ചോറ് കൊണ്ടുപോകാനും വീട്ടിൽ കഴിക്കാനും കഞ്ഞിക്കും ഒക്കെ പറ്റും. പിന്നെ നമ്മുടെ കറി വെച്ച് കൊടുക്കാം. കൂന് കറി, സൂപ്പർ ടേസ്റ്റുള്ള നമ്മുടെ കൂന് കറി. ചുട ചോറ്, ചുട കറി, ചുട ഉപ്പേരി എല്ലാം കൂട്ടി നമുക്കൊന്ന് ഊണ് കഴിക്കാം. പിന്നെ നമ്മുടെ അച്ചാറും ഇടുന്നുണ്ട്. ഞാൻ മാങ്ങഞ്ചി അച്ചാർ ഞാൻ ഉണ്ടാക്കിയതാണ്.
അത് കുറച്ച് കൂട്ടാം. ഇടയ്ക്കൊക്കെ അച്ചാറും കൂട്ടണമല്ലോ. അപ്പം അങ്ങനെ മാങ്ങഞ്ചി അച്ചാറും കൂട്ടിയിട്ട് നമുക്ക് ഊണഴിക്കാം. കൂണ് കറി